ഇറാൻ US സമാധാന ചർച്ചകൾക്കൊപ്പം ഏറെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ് പാകിസ്ഥാൻ. പ്രത്യേകിച്ചും പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീർ US പ്രസിഡന്റ് ട്രംപ് പലതവണ മുനീറിനെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. ട്രംപിന് മുനീറിലുള്ള വിശ്വാസമാണ് ഇതെന്ന് വ്യക്തം. എന്നാൽ മുനീറുമായുള്ള ട്രംപിന്റെ ചങ്ങാത്തത്തിനെതിരെ ചെങ്കൊടി കാണിച്ചിരിക്കുകയാണ് US ഇന്റലിജൻസ്. ഇറാൻ IRGCയുമായുള്ള മുനീറിന്റെ ബന്ധം ചൂണ്ടിക്കാട്ടിയാണ് US ഇന്റലിജൻസിന്റെ മുന്നറിയിപ്പ്. US ഇറാൻ സംഘർഷം രൂക്ഷമായ ശേഷം ഇറാൻ സന്ദർശിച്ച ആദ്യത്തെ വിദേശ നേതാവാണ് അസീം മുനീർ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇറാന്റെ സൈനിക ശ്രേണിയുമായും അപൂർവമായ അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് അദ്ദേഹം. മാത്രമല്ല മറ്റ് പശ്ചിമേഷ്യൻ നേതാക്കളുമായും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കുന്നു. രണ്ടാം തവണ അധികാരത്തിലെത്തിയ ട്രംപ് പാകിസ്ഥാനോടും അതിന്റെ നേതാക്കളോടും പ്രത്യേകിച്ച് ഫീൽഡ് മാർഷൽ അസീം മുനീറിനോടും കൂടുതൽ അടുപ്പം കാണിക്കുന്നുണ്ട്. ട്രംപ് പല അവസരങ്ങളിലും മുനീറിനെ പ്രശംസിക്കുകയും അതിശയകരമായ വ്യക്തിയെന്നും മഹാനായ പോരാളിയെന്നും വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു. USഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾക്ക് സൗകര്യമൊരുക്കിയതിന് മുനീറിനെ പ്രശംസിക്കുകയും ചെയ്തതാണ്. 2022 നവംബർ മുതൽ പാക് സൈനിക മേധാവിയാണ് മുനീർ. പാകിസ്ഥാന്റെ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സ് കൂടിയാണ് ഇദ്ദേഹം. ജപ്പാനിലെയും മലേഷ്യയിലെയും സൈനിക അക്കാദമികളിൽ പഠനം പൂർത്തിയാക്കിയ മുനീർ നേരത്തെ സൗദി അറേബ്യയിൽ മിലിറ്ററി അറ്റാഷെയായും പ്രവർത്തിച്ചിരുന്നു. 2016ലും 2017ലും മുനീർ പാകിസ്ഥാന്റെ സൈനിക ഇന്റലിജൻസ് ഡയറക്ടർ ജനറലായി സേവനമനുഷ്ഠിക്കുമ്പോഴാണ് മുനീർ ഇറാനുമായി ബന്ധം സ്ഥാപിക്കുന്നത്. മുനീറിന് ഇറാനിന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്പസുമായും അടുത്ത ബന്ധമുണ്ടെന്നും വിരമിച്ച പാക് ജനറൽ അഹമ്മദ് സയ്യിദ് തന്നെ സമ്മതിക്കുന്നു. IRGCക്ക് പുറമെ ഇറാന്റെ സാധാരണ സൈന്യവുമായും അവരുടെ ഇന്റലിജൻസുമായും മുനീറിന് ബന്ധമുണ്ടെന്ന് സയ്യിദ് പറഞ്ഞു. 2020ൽ US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുൻ IRGC കമാൻഡർ കാസിം സുലൈമാനിയുമായും 2025 ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കമാൻഡർ ഹുസൈൻ സലാമിയുമായും മുനീർ അടുത്ത സൗഹൃദം സൂക്ഷിച്ചിരുന്നുവെന്നും സയ്യിദ് വ്യക്തമാക്കുന്നു. ട്രംപ് പാകിസ്ഥാനെ വിശ്വസിക്കരുതെന്നും മുനീറിന്റെ IRGC ബന്ധം USന് ഭീഷണിയാണെന്നും ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസിസിലെ സീനിയർ ഫെലോ ആയ ബിൽ റോജിയോ മാധ്യമങ്ങളോട് പറഞ്ഞു. മുനീറിനെ പോലുള്ള വ്യക്തികളുടെ ഉയർന്നു വരുന്നത് പാകിസ്ഥാനിലെ സിവിലിയൻ നേതൃത്വം സൈന്യം എങ്ങനെ ഓവർടേക്ക് ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുന്നതാണെന്ന് പാക് വിശകലന വിദഗ്ധ റാസ റൂമി പറഞ്ഞു. സമാധാന ചർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന മുനീറിന്റെ 3 ദിവസത്തെ ഇറാൻ സന്ദർശനം ശനിയാഴ്ചയാണ് പൂർത്തിയാക്കിയത്. 3 ദിവസത്തെ ടെഹ്റാൻ സന്ദർശനത്തിനിടെ ഇറാന്റെ ഉന്നത നേതൃത്വത്തെയും സമാധാന ചർച്ചക്കാരെയും അദ്ദേഹം കണ്ടുവെന്ന് പാക് സൈനിക പ്രസ്താവനയിൽ പറയുന്നു. രാജ്യത്തിന്റെ പ്രസിഡന്റ്, വിദേശകാര്യ മന്ത്രി, പാർലമെന്റ് സ്പീക്കർ, ഇറാന്റെ സൈനിക സെൻട്രൽ കമാൻഡ് സെന്റർ മേധാവി എന്നിവരുമായി അദ്ദേഹം ചർച്ചകൾ നടത്തി. അതേസമയം അമേരിക്കൻ നയരൂപകർത്താക്കളെ സംബന്ധിച്ച് ജനറൽ മുനീറുമായുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ വ്യക്തിപരമായ സൗഹൃദവും പാകിസ്ഥാന് ഇറാൻ സൈനിക നേതൃത്വവുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകളും തമ്മിൽ എങ്ങനെ സന്തുലിതമായി കൊണ്ടുപോകാമെന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. പശ്ചിമേഷ്യയിലും ദക്ഷിണേഷ്യയിലും ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ അമേരിക്കൻ വിദേശ നയത്തിൽ മുനീർ ഒരു ഗുണകരമായ നയതന്ത്ര കണ്ണിയാണോ അതോ ഒരു ബാധ്യതയാണോ എന്ന കാര്യത്തിൽ വിശകലന വിദഗ്ധർക്കിടയിൽ തർക്കം തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.